ഇവിടെ ഒരുത്തൻ ടാപ്പ് വെട്ടി റേസ് കാറിന്റെ വെന്റിൽ നിന്ന് ചൂട് പുറത്തു പോകാത്തതുപോലെ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ കാറിന്റെ എഞ്ചിൻ ചൂടാകൂ എന്ന് പറഞ്ഞാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കണ്ട കോച്ചും ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തടയാൻ നോക്കി. കാരണം റേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവനെ കൊണ്ട് ആ ടാപ്പ് എടുക്കാൻ പറ്റാതെയായാൽ എഞ്ചിൻ നല്ല ചൂടായി നിന്റെ ജീവൻ തന്നെ ആപത്താണ്. ഇത് ആവശ്യമില്ലാത്ത പണിയാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവനക്ക് ഇതല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. കാരണം ഇതിനു മുമ്പ് നടന്ന റേസിൽ ഇവനേക്കാളും മുമ്പ് ഒപ്പോണന്റ് മുമ്പിലെത്തി എന്ന് പറഞ്ഞു. അപ്പോഴാണ് കോച്ച് അവന്റെ കാറിലുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ എഞ്ചിനാണ്. അത് സ്റ്റാർട്ട് ചെയ്ത 2 സെക്കൻഡിനുള്ളിൽ തന്നെ എഞ്ചിൻ ചൂടായി നല്ല സ്പീഡ് കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ടത് ഇവൻക്ക് ഒരു പുതിയ എഞ്ചിൻ വേണമെന്ന് പറഞ്ഞു. എന്നാൽ അടുത്ത മാച്ച് തുടങ്ങാൻ ഇനിയും 30 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. സോ പുതിയ എഞ്ചിൻ അതിനുള്ളിൽ റെഡിയാക്കുന്നത് കഷ്ടമാണ്. അത് മാത്രമല്ലാതെ അത് റെഡിയാക്കണമെങ്കിൽ വേറൊരു നാട്ടിൽ പോയി വേണം റെഡിയാക്കാൻ. അത് നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു. അത് കേട്ടത് ഒട്ടും ചിന്തിക്കാതെ അവന്റെ കാർ എടുത്ത് ആ നാട്ടിലേക്ക് തന്നെ പോയി അടുത്ത 15 മിനിറ്റിനുള്ളിൽ തന്നെ എഞ്ചിൻ തന്നെ വാങ്ങി എടുത്തോണ്ട് വന്നു. അതിനുള്ളിൽ ഇവിടെയും എല്ലാവരും റേസിന് റെഡി ആയിരിക്കുകയാണ്. ഇനിയും 4 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. കറക്റ്റായി മാച്ച് തുടങ്ങുന്നതിനുള്ളിൽ തന്നെ എത്തി. എഞ്ചിൻ പോലും ടെസ്റ്റ് ചെയ്യാതെ ഡയറക്റ്റ് ആയി ഓടിക്കാൻ പോവാണ്. അത് മാത്രമല്ലാതെ 3 ലാപ്പിന് ശേഷം മാത്രമേ എഞ്ചിൻ ചൂടാകൂ എന്ന് കോച്ച് പറഞ്ഞു. പെട്ടെന്ന് ഇവൻക്കൊരു ഐഡിയ കിട്ടി. അതിനായി എഞ്ചിന്റെ വെന്റിൽ ടാപ്പ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 3 ലാപ്പ് കഴിയുന്നതിനുള്ളിൽ എടുത്തില്ലെങ്കിൽ എഞ്ചിൻ ചൂടായി പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടെന്ന് കോച്ച് പറഞ്ഞു. ഇപ്പൊ ഇവൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ലാപ്പിൽ തന്നെ എഞ്ചിൻ നല്ലോണം ചൂടായി പിക്കപ്പ് കിട്ടി. അതിനുള്ളിൽ തന്നെ ആ ടാപ്പ് എടുക്കാൻ ട്രൈ ചെയ്തു. ആ ഗ്യാപ്പിൽ ഇവന്റെ ഒപ്പോണന്റ് മുമ്പിൽ കയറിപ്പോയി. ഫസ്റ്റ് ടാപ്പ് എടുക്കാതെ അവനെ തോൽപ്പിക്കുന്നതിന് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതിനുള്ളിൽ രണ്ടാമത്തെ ലാപ്പ് തന്നെ കഴിഞ്ഞു. കറക്റ്റ് അവൻക്ക് ഒപ്പോണന്റിന് ഇടയിൽ നല്ല ഗ്യാപ്പ് വന്നതും ആ എഞ്ചിന് 90% ചൂടായത് കണ്ടതും ആ ടാപ്പ് ഊരി മാറ്റി. അങ്ങനെ അവൻ ആ റേസിൽ ജയിച്ചു.